ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL 2025 ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പഞ്ചാബ് കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ നടന്ന മത്സരത്തോടുകൂടി എല്ലാ ടീമുകളും ഓരോ മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 5 ടീമുകൾ ജയിക്കുകയും 5 ടീമുകൾ തോൽക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പോയിന്റ് ടേബിളിലൊന്നും നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം അത്രത്തോളം ഒരു തുടക്ക സ്റ്റേജിലാണ് നമ്മളുള്ളത്. എന്നാൽ തന്നെ ആ പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് വരുന്ന 2 ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഒന്ന് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും കഴിഞ്ഞ വർഷത്തെ പ്ലേ ഓഫിൽ കളിച്ച രാജസ്ഥാൻ റോയൽസുമാണ് ഇന്ന് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ മത്സരം നടക്കാൻ പോകുന്നത് ആസാമിലെ ഗുവാഹട്ടിയിൽ വെച്ചിട്ടാണ്. ഗുവാഹട്ടി എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് IPL മത്സരങ്ങൾക്ക് വേദിയാകുന്ന ഒരു സ്ഥലമല്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ IPL മത്സരങ്ങൾ രാജസ്ഥാൻ റോയൽസ് അവരുടെ ഒരു സെക്കൻഡ് ഗ്രൗണ്ടായിട്ട് ഗുവാഹട്ടിനെ ഉപയോഗിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മത്സരങ്ങൾ, ഈവൻ ഇന്റർനാഷണൽ മത്സരങ്ങളാണെങ്കിൽ പോലും ഒരുപാട് മത്സരങ്ങൾ നടക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ഒരു പിച്ച് കണ്ടീഷൻ, ഗ്രൗണ്ട് കണ്ടീഷനൊക്കെ ഒന്ന് വേഗമായിട്ട് മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഒരുപാട് മത്സരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ തന്നെയും 2 ടൈപ്പ് ബിഹേവ് ചെയ്യുന്ന പിച്ചാണ് ഗുവാഹട്ടിയിലേത് എന്നുള്ളതാണ്. പലപ്പോഴും ചില മത്സരങ്ങളിൽ നല്ല സ്കോർ വരികയും ചില മത്സരങ്ങളിൽ ഒട്ടും തന്നെ റൺസ് വരാതിരിക്കുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും 200 എന്ന് പറയുന്ന ഒരു ടാർഗറ്റിലേക്ക് പലപ്പോഴും എത്താറുണ്ട്. ചില സമയങ്ങളിൽ കഴിഞ്ഞ വർഷമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബുമായിട്ടുള്ള രാജസ്ഥാൻ റോയൽസിന്റെ മത്സരം 140 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കാണ് എത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പിച്ച് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഗ്രൗണ്ട് കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടൊരു പ്രവചനം ഇപ്പോൾ സാധ്യമല്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഗുവാഹട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലാണ്. കുറച്ചും കൂടെ കൊൽക്കത്തയിൽ നിന്നെല്ലാം മാറി കുറച്ചും കൂടെ അങ്ങോട്ട് ഈസ്റ്റേൺ സൈഡിലേക്ക് മാറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ വൈകുന്നേരം എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഇരുട്ടാവും. ഇപ്പോൾ കൊൽക്കത്തയിലാണെങ്കിൽ പോലും ഒരു 5:30 മണിയാകുമ്പോഴേക്കും തന്നെ നല്ലോണം ഇരുട്ടാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കുറച്ചും കൂടെ ഫർദർ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഇരുട്ടാവും എന്നുള്ളതാണ്. അപ്പോൾ മത്സരം ആരംഭിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ആ ഒരു സമയമാകുമ്പോഴേക്കും ഒക്കെ ഡ്യൂവിൻ്റെ എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണി അല്ലെങ്കിൽ 5:30 മണിക്കൊക്കെ ഇരുട്ടായി കഴിഞ്ഞാൽ 7:30 മണിക്കാണല്ലോ മത്സരം ആരംഭിക്കുന്നത്. അപ്പോൾ ഡ്യൂവിൻ്റെ എഫക്റ്റ് നല്ലോണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതും ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് ആ ഒരു മത്സരം പുരോഗമിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു 2 മണിക്കൂറിൻ്റെ ഒരു ഇരുട്ട് അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ വരുമ്പോഴേക്കും ഡ്യൂ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതാണ് ഇന്നത്തെ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി കൂടുതലായിട്ട് പറയാനില്ല, ഇതാണ് പറയാനുള്ളത്. ഇനി നമ്മൾ 2 ടീമുകളുടെയും ഒരു പ്രോബബിൾ 11ലേക്ക് പോവുകയാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അവർ വലിയ മാറ്റങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അവരുടെ ടീമിലുള്ള പ്രമുഖ താരങ്ങൾ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരുമ്പോൾ സുനിൽ നരേനായിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ക്വിന്റൻ ഡിക്കോക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഒരു പരാജയമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ തന്നെ നിലനിർത്താനായിട്ടായിരിക്കും അവർ ശ്രമിക്കുക. റഹ്മാനുള്ള ഗുർബാസ് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ വിക്കറ്റ് കീപ്പർ ടീമിലുണ്ടെങ്കിലും ഇത്ര ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു മത്സരം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ക്വിന്റൻ ഡിക്കോക്കിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാനായിരിക്കും അവർ ശ്രമിക്കുക എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1 ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ അജിങ്ക്യ രഹാനെ ക്യാപ്റ്റനാണ്. കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. അദ്ദേഹം ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു പൊസിഷനിൽ ഉണ്ടാവുമെന്നുള്ളതാണ്. നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ വെങ്കടേഷ് അയ്യർ ആയിരിക്കും. അദ്ദേഹത്തിനെ മാറ്റാനുള്ള ഒരു സാധ്യതയുമില്ല. കഴിഞ്ഞ വർഷമൊക്കെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ വെങ്കടേഷ് അയ്യർ ഉണ്ടാവും. 5ാമത്തെ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ അങ്കുഷ് രഘുവംശി എന്ന് പറയുന്ന ഒരു യങ്സ്റ്റർ ആണ്. ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ഒരു 30 റൺസിന് മീതെ സ്കോർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ടീമിൽ നിലനിർത്തും. നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ റിങ്കു സിംഗ് ആണ്. ഉറപ്പായിട്ടും ടീമിൽ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു സ്ഥാനമാണ് നമ്പർ 6ഉം നമ്പർ 7ഉം. നമ്പർ 6 റിങ്കു സിംഗ് ആണെങ്കിൽ നമ്പർ 7 ആൻഡ്രേ റസലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്തായാലും ടീമിലുണ്ടാവും. നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോൾ രമൺദീപ് സിംഗ് ഒരു ഓൾറൗണ്ടറാണ് അദ്ദേഹം. പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും അദ്ദേഹം ബൗൾ ചെയ്തില്ല. അദ്ദേഹത്തിന്റെ ടീമിൽ അങ്ങനെ തന്നെ നിലനിർത്താനായിട്ടായിരിക്കും അവർ ശ്രമിക്കുക. നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോൾ ഹർഷിത് റാണ ഫാസ്റ്റ് ബോളറാണ്. ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹവും ആ ഒരു പൊസിഷനിൽ സേഫ് ആണ് എന്നുള്ളതാണ്. നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ വൈഭവ് അറോറയാണ്. വൈഭവ് അറോറ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഓഫ് കളറായി പോയി എങ്കിലും ഈ മത്സരത്തിലും അദ്ദേഹത്തിനെ തന്നെയായിരിക്കും അവർ നിലനിർത്താനായിട്ട് പോകുന്നത്. നമ്പർ 11 പൊസിഷനിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും വരുൺ ചക്രവർത്തി ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഇനി ഒരു ഇമ്പാക്ട് സബായിട്ട് ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളറിനെ അവർക്ക് ഉപയോഗിക്കാം. സ്പെൻസർ ജോൺസനെ ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം ആ ഒരു ന്യൂ ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഉപയോഗിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ടീമിലുള്ള മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ആൻഡ്രിച്ച് നോർക്കിയാണ്. അപ്പോൾ ഇതിൽ ഡെഫിനറ്റ് ആയിട്ട് സ്പെൻസർ ജോൺസൺ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് KKRന്റെ ഒരു പ്രോബബിൾ 11 എന്ന് പറയുന്നത്. രാജസ്ഥാൻ റോയൽസിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ 1-2 മാറ്റങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിലുള്ളത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു സാംസൺ. അദ്ദേഹം ഇപ്പോൾ ഈ 2-3 മത്സരങ്ങളിൽ അവരെ ക്യാപ്റ്റൻ ചെയ്യുന്നില്ല. അദ്ദേഹമായിരിക്കും. നല്ല ഫോമിലായിരുന്നു ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അവസാനത്തെ ഒരു പരമ്പരയിൽ മാത്രമാണ്
നിറങ്ങി മങ്ങിപ്പോയത്. പക്ഷേ എപ്പോഴും IPL തുടക്ക മത്സരത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന താരമാണ് സഞ്ജു സാംസൺ. അത് കഴിഞ്ഞ മത്സരത്തിലും അതുപോലെ തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. അദ്ദേഹവും യശസ്വി ജയ്സ്വാളും കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. നമുക്കറിയാം ഒരു പ്രൊലിഫിക് ആയിട്ടുള്ള സ്കോററാണ് യശസ്വി ജയ്സ്വാൾ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ തന്നെ ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരു വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ടെമ്പററി ക്യാപ്റ്റനായിട്ടുള്ള റിയാൻ പരാഗാണ് ബാറ്റ് ചെയ്തത്. അതെനിക്ക് തോന്നുന്നു ഇത്ര വലിയൊരു സ്കോർ ചേസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം അദ്ദേഹം ആ ഒരു വൺ ഡൗൺ പൊസിഷനിൽ ഇറങ്ങി വന്നത്. അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് നിതീഷ് റാണയാണ് നമ്പർ 3 പൊസിഷനിൽ. നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ റിയാൻ പരാഗ് തന്നെയായിരിക്കും. കഴിഞ്ഞ വർഷം ആ ഒരു പൊസിഷനിൽ അദ്ദേഹം കുറെ റൺസുകൾ നേടുന്നത് നമ്മൾ കണ്ടതാണ്. നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ ധ്രുവ് ജുറലാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനമായിരുന്നു ധ്രുവ് ജുറലിൻ്റെത്. അദ്ദേഹത്തിനെ അവർ നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്പർ 6ലേക്ക് വരുമ്പോൾ ഷിമ്രൺ ഹെറ്റ്മയർ ആയിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. നമ്പർ 7 പൊസിഷനിൽ വന്ന ശുഭം ദുബൈയുമായി ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. പക്ഷേ അവർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ദൂരെയായിരുന്നു ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്തിപ്പെടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ പക്ഷേ ശുഭം ദുബൈയുടെ ഒരു ഇനീഷ്യലി ഫസ്റ്റ് മാച്ചിൽ തന്നെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു. നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അവിടെ വാനിന്ദു ഹസരംഗയെ ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ, അതായത് എസ്പെഷ്യലി ഒരു ലെഗ് സ്പിന്നറാണ്, അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിൽ ഡെഫിനറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും ഉപയോഗിക്കാനായിട്ട് അവർക്ക് സാധിക്കണം. കാരണം ഓൾറെഡി അവരുടെ ടീമിലുള്ള മറ്റൊരു സ്പിന്നർ എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നിന്ന് തന്നെയുള്ള മഹീഷ് തീക്ഷണയാണ്. അദ്ദേഹത്തിനെ പവർ പ്ലേയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മിഡിൽ ഓവേഴ്സിൽ നല്ല ഒരു ലെഗ് സ്പിന്നർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ട് വാനിന്ദു ഹസരംഗയും മഹീഷ് തീക്ഷണയുമാണ് എൻ്റെ നമ്പർ 8 നമ്പർ 9 പൊസിഷനിലുള്ളത്. നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ ജോഫ്ര ആർച്ചറാണ്. കഴിഞ്ഞ മത്സരത്തിൽ നിറം മങ്ങി പോയി എങ്കിലും തിരിച്ചു വരാൻ കഴിയുന്ന ഒരു താരമാണ് ജോഫ്ര ആർച്ചർ. ജോഫ്ര ആർച്ചറിനെ ഡെഫിനറ്റ് ആയിട്ടും ആ പൊസിഷനിൽ നിന്ന് മാറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്പർ 11 പൊസിഷനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തുഷാർ ദേശ്പാണ്ഡെ ആയിരുന്നു. ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു തുഷാർ ദേശ്പാണ്ഡെയുടേത്. അദ്ദേഹത്തിനെ തന്നെ നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇമ്പാക്ട് സബായിട്ട് വരാൻ പോകുന്നത് സന്ദീപ് ശർമ്മയായിരിക്കും എന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ നോക്കുകയാണെങ്കിൽ RRന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഹസരംഗ നിർബന്ധമായിട്ട് കളിക്കണം. കഴിഞ്ഞ മത്സരത്തിൽ ഫസൽ ഹക്ക് ഫറൂഖിയാണ് കളിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ ജോഫ്ര ആർച്ചറിന് പകരമായിട്ട് ആരെങ്കിലും ഒരു ഫാസ്റ്റ് ബോളറിനെ, ഫോറിൻ ഫാസ്റ്റ് ബോളറിനെ മാറ്റിയിട്ട് ഹസരംഗ കളിക്കണം എന്നുള്ളത് തന്നെയാണ് നിർബന്ധം. കാരണം അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ്. ഒപ്പം തന്നെ വിക്കറ്റ് ടേക്കിംഗ് ബൗളറാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ 4 ഓവറിൽ 40 റൺസ് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു 2 വിക്കറ്റ് നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹസരംഗ ആ ഒരു പൊസിഷനിലുണ്ടെങ്കിൽ ഒരു 2 വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. നല്ല ഗൂഗിളിയൊക്കെ എറിയാൻ പറ്റുന്ന ഒരു താരമായതുകൊണ്ടാണ് അത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അതാണ് അവരുടെ ഒരു വീക്ക് ഏരിയ എന്ന് പറയുന്നത്. അതായത് നല്ല സ്പിന്നർമാരില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഹീഷ് തീക്ഷണ കഴിഞ്ഞ മത്സരത്തിൽ പവർ പ്ലേയിൽ തന്നെ 3 ഓവർ ബോൾ ചെയ്തു. പിന്നെ മിഡിൽ ഓവേഴ്സിൽ എറിയാനായിട്ട് നല്ല സ്പിന്നർമാരില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് ഈ ഒരു പൊസിഷനിൽ ഹസരംഗ കളിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒപ്പം തന്നെ ഈ KKRന്റെ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ അവർ സ്പിന്ന് കുറച്ച് വീക്കാണ്. എസ്പെഷ്യലി അവരുടെ മിഡിൽ ഓർഡറിൽ വരുന്ന ബാറ്റർമാർ. കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് കൃണാൽ പാണ്ഡ്യ അവരെ റൺ ത്രൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ സുയാ ശർമ്മയുടെ ഒരു ഗൂഗിളിയിൽ ആൻഡ്രെ റസൽ ഔട്ട് ആവുന്നു. അപ്പോൾ ആൻഡ്രെ റസലിനെയൊക്കെ പോലെയുള്ള താരങ്ങൾ നല്ല ഇതുപോലെയുള്ള ലെഗ് സ്പിന്നർമാരുടെ മുമ്പിൽ എപ്പോഴും പതറിപ്പോകുന്ന കാഴ്ച കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ടും അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ മത്സരത്തിൽ അവരെ ലീഡ് ചെയ്ത് റിയാൻ പരാഗാണ്. സഞ്ജു സാംസൺ ഒരു 3 മത്സരത്തിൽ അവരെ ലീഡ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റിയാൻ പരാഗിന്റെ മുഖത്തൊരു നല്ല ടെൻഷൻ ഉള്ള പോലെ ഫീൽ ചെയ്തിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ഒരു അപ് ടു ദ മാർക്ക് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഈ മത്സരത്തിൽ കുറച്ചും കൂടെ അദ്ദേഹം ടെൻഷനിലാവുമോ എന്നുള്ളൊരു സംശയമാണ്. കാരണം മത്സരം നടക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഹോം ഗ്രൗണ്ടിലാണ്, അല്ലെങ്കിൽ ഹോം ക്രൗഡിന്റെ മുമ്പിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിയാൻ പരാഗിന്റെ ഒരു ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇനി നമ്മൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ടോപ്പ് ഓർഡറിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന ബാറ്റർമാർ കുഞ്ഞിഗോക്കും അജിങ്ക്യ രഹാനെയും സുനിൽ നരേനും ഒക്കെയാണ്. അതിനുശേഷം വരുന്ന അങ്കുശ് രഘുവംശി അല്ലാതെ വരുന്ന ഇപ്പൊ ഈ ഏറ്റവും ഒരു ലോവർ മിഡിൽ ഓർഡറിൽ വരുന്ന ആൻഡ്രെ റസലിനെ പോലെയുള്ള താരങ്ങൾ നല്ല സ്പിൻ ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ അല്ലെങ്കിൽ നല്ല സ്പിന്നർമാർ വരുമ്പോൾ പലപ്പോഴും കുടുങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ മത്സരത്തിൽ അവർ ആൻഡ്രെ റസലിനെ ഉപയോഗിച്ചില്ല കൃത്യമായിട്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ ബോൾ ചെയ്യിപ്പിച്ചേ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിനെ ബോൾ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഈവൻ ഡെത്ത് ഓവേഴ്സിൽ പോലും നന്നായിട്ട് ബൗൾ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു താരമാണ് ആൻഡ്രെ റസൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബൗളിംഗ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് ടീമുകളുടെയും ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് സ്ട്രെങ്തൻ ചെയ്യാറുണ്ട്. KKRന്റെ ആ ഒരു മിഡിൽ ഓർഡറിൽ അല്ലെങ്കിൽ ടോപ്പ് ഓർഡറിൽ വരുന്ന ബാറ്റർമാർ നല്ലപോലെ സ്പിന്ന് കളിക്കാനായിട്ട് കഴിയണം എന്നുള്ളതും
ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് നാളത്തെ അവരുടെ ഒരു മാച്ചസ് ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്പിന്നിനെതിരെ KKR പലപ്പോഴും പതറിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മുടെ അവസാനത്തെ സെഗ്മെന്റ് ആയിട്ടുള്ള ഫാന്റസി പിക്കാണ്. ഫാന്റസി പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ സുനിൽ നരേനെ ഡെഫിനറ്റ് ആയിട്ടും ടീമിൽ എടുക്കണം. രണ്ട് ഡിപ്പാർട്ട്മെന്റിലും നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്ന താരമാണ്. അജിങ്ക്യ രഹാനെ നല്ല ഫോമിലായതുകൊണ്ട് അദ്ദേഹത്തിനെ എടുക്കുകയാണ്. അങ്കുഷ് രഘുവംശി നല്ലപോലെ സ്പിന്ന് കളിക്കാൻ കഴിയുന്ന താരമായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് ടീമിൽ എടുത്തിരിക്കുന്നത്. റിങ്കു സിംഗിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. ആൻഡ്രേ റസലിനെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻസ് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന താരങ്ങളാണ് രണ്ടുപേരും. വരുൺ ചക്രവർത്തി ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവണം. കാരണം കുറച്ചൊന്ന് പിടിച്ചു വരുന്ന ഒരു പിച്ചാണെങ്കിൽ വരുൺ ചക്രവർത്തിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടാവും എന്നുള്ളതാണ്. ഇനി രാജസ്ഥാൻ നിരയിലേക്ക് പോകുമ്പോൾ അവിടെ യശസ്വി ജയ്സ്വാളും സഞ്ജു സാംസണും ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ ഫാന്റസി പിക്കിൽ ഉണ്ടായിരിക്കണം. ധ്രുവ് ജൂറൽ കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. സ്പിന്നിനെതിരെ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന താരമാണ്. വരുൺ ചക്രവർത്തിയെയും അതുപോലെ തന്നെ സുനിൽ നരേനെ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ധ്രുവ് ജൂറലിനെ ഞാൻ ഒരു പൊസിഷനിൽ ഇടുന്നത്. വാനിന്ദു ഹസരംഗ കളിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും വാനിന്ദു ഹസരംഗയെ ടീമിൽ ഉൾപ്പെടുത്തണമെന്നാണ് അഭിപ്രായം. കാരണം അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ റൺസ് ഒരു 40 റൺസ് ഒക്കെ പോയാൽ തന്നെ 2-3 വിക്കറ്റ് നേടാനായിട്ട് അതിന് സാധിക്കും. ഒപ്പം തന്നെ ബാറ്റിംഗിൽ ഇറങ്ങി കുറച്ച് റണ്ണുകൾ കണ്ടെത്താൻ സാധിക്കുന്ന താരമാണ്. മറ്റൊരാളെന്ന് പറയുന്നത് സന്ദീപ് ശർമ്മയാണ്. അദ്ദേഹം ബോൾ ചെയ്യുന്നത് എപ്പോഴും ഡെത്തിലാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്. ആ ഒരു സമയത്ത് അധികം റൺസ് വിട്ടുകൊടുക്കാതെ വിക്കറ്റ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി സന്ദീപ് ശർമ്മയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. അവസാനമായിട്ട് ഞാൻ റിയാൻ പരാഗിനെയും കൂടെ ആഡ് ചെയ്യാണ്. കാരണം വാനിന്ദു ഹസരംഗയെ അവർ ടീമിൽ എടുക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടൊരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഒരു 12 പേരുടെ ഫാന്റസി പിക്കാണ് പറയുന്നത് റിയാൻ പരാഗ്. പക്ഷേ റിയാൻ പരാഗ് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഹോം ക്രൗഡിന്റെ മുമ്പിൽ കളിക്കുമ്പോൾ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഏതായാലും ഇതാണ് ഇന്നത്തെ ഒരു മത്സരത്തിന്റെ ഒരു പ്രിവ്യൂ എന്ന് പറയുന്നത്. KKRും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഗുവാഹട്ടിയിൽ വെച്ച് ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഏതായാലും ഈ മത്സരത്തിൽ ജയിക്കുന്ന ടീമിനെ ഡെഫിനറ്റ് ആയിട്ടും ഈ പോയിന്റ് ടേബിളിൽ ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുമെന്നുള്ളതാണ്. കാരണം 2 മത്സരങ്ങൾ കഴിയും. അപ്പോൾ 2 മത്സരങ്ങൾ കഴിയുമ്പോൾ 2 മത്സരവും തോറ്റു എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് കുറെ പുറകിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഏതായാലും നല്ലൊരു മത്സരം കാണാനുള്ള അവസരം എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.